Learnerzy Online Education. ഹായ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മി ഹർഷിത. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് MSO 001 യൂണിറ്റ് 3 ആയിട്ടുള്ള തിയറി ആൻഡ് പാരഡൈം എന്ന യൂണിറ്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. സോ വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്ന മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഡിസ്കസ് ദ മീനിങ് ഓഫ് തിയറി, കമ്പയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് മാക്സ്, ഡർക്കേം ആൻഡ് വെബർ ടു സോഷ്യൽ തിയറി, ഡിസ്ക്രൈബ് ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി തിയറീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. പാരഡൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സാക്ട് മീനിങ് ഭാഷാർത്ഥം മാതൃക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഇതൊരു ചെറിയ യൂണിറ്റാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. കുറച്ച് ഷോർട്ടായിട്ടുള്ള നമ്മൾ ഇത്രയും ഇതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ളതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് 3.1 Introduction. A theory is an explanation based on general rules and practice. Theory involves ideas while practice is about real-world actions. Sometimes they are seen as separate, but they also work together to help us understand things better. ഒരു സിദ്ധാന്തം എന്നത് പൊതുവായ നിയമങ്ങളെയും പ്രയോഗത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. സിദ്ധാന്തം ആശയങ്ങളാൽ ഉൾക്കൊള്ളുന്നതൊന്നാണ്. അതേസമയം തന്നെ പ്രാക്ടീസ് യഥാർത്ഥ ലോക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രവർത്തനങ്ങളാണ് പ്രാക്ടീസ് എന്നത്. ചിലപ്പോൾ അവ വേറിട്ടതായിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. സിദ്ധാന്തങ്ങളും പ്രവർത്തനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും എന്നാണ് പറയുന്നത്. പ്രവർത്തനങ്ങൾക്ക് അതീതമായിട്ടാണ് സിദ്ധാന്തങ്ങൾ രൂപം കൊള്ളുന്നത്. അത് രണ്ടും ഓരോ രീതിയിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നാണ് പറയുന്നത്. ഇൻ സയൻസ് എ തിയറി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കോൾഡ് പ്രൊപ്പോസിഷൻസ് that can be tested to see if they are true or false. Scientists test theories by comparing them with new information. If a theory doesn't fit the new data, it is replaced by a better one. For a theory to be useful, its ideas must be testable. ശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തം പ്രസ്താവനകൾ അഥവാ പ്രൊപ്പോസിഷനുകൾ, ശാസ്ത്രത്തിൽ ഒരു സിദ്ധാന്തം പ്രസ്താവനകൾ എന്ന് വിളിക്കപ്പെടുന്നു. അതായത് ഈ പ്രൊപ്പോസിഷനുകളാണ് പറയുന്നത് കേട്ടോ. ശാസ്ത്രത്തിലെ പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്നതാണ് എന്താണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതിന് ശാസ്ത്രീയമായിട്ട് പ്രൊപ്പോസിഷൻ എന്നാണ് പറയുന്നത്. അവ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പുതിയ വിവരങ്ങളുമായി താരതമ്യപ്പെടുത്തി ശാസ്ത്രജ്ഞർ സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കുന്നു. ഒരു സിദ്ധാന്തം പുതിയ ഡാറ്റയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ അത് മെച്ചപ്പെട്ട ഒന്നുപയോഗിച്ച് മാറ്റി സ്ഥാപിക്കും. ഒരു സിദ്ധാന്തം ഉപയോഗപ്രദമാണെങ്കിൽ അതിൻ്റെ ആശയങ്ങൾ പരീക്ഷിക്കാവുന്നതായിരിക്കണം. ഒരു ശാസ്ത്രത്തിലെ സിദ്ധാന്തം പുതിയൊരു ഡാറ്റയ്ക്ക് അനുയോജ്യമല്ലെങ്കിൽ, ഒരു പുതിയൊരു പ്രവർത്തനത്തിന് അനുയോജ്യമല്ലെങ്കിൽ എന്താണ് അതിനെ മാറ്റി സ്ഥാപിക്കുക എന്നാണ്, അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് എന്നാണ് പറയുന്നത്. അടുത്ത ഇത്രയും ഇൻട്രൊഡക്ഷനിൽ പറയുന്ന അത്രയൊക്കെയാണ്. നമുക്ക് അടുത്ത മെയിൻ ഹെഡിങ് നോക്കാം. 3.2 Sociological Theories. The discussion on sociological theories can be divided into 5 parts. First, we look at the nature and meaning of sociological theories during the classical period. During this time, early sociologists worked hard to establish sociology as a separate discipline. സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ചയെ 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാമെന്നാണ് പറയുന്നത്. ആദ്യം ക്ലാസിക്കൽ കാലഘട്ടത്തിലെ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ സ്വഭാവവും അർത്ഥവും ആണ് നോക്കുന്നത്. ഈ ഒരു സമയത്ത് ആദ്യകാല സാമൂഹ്യശാസ്ത്രജ്ഞർ ശാസ്ത്രത്തെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് സ്ഥാപിക്കാൻ കഠിനമായിട്ട് പരിശ്രമിച്ചു. ഈ ഒരു രൂപം കൊണ്ട സമയത്ത് എന്തൊരു സാധനം തുടങ്ങുന്ന സമയത്ത് ഭയങ്കര റിസ്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അന്നത്തെ സാമൂഹ്യശാസ്ത്രജ്ഞർ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഈ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. സെക്കൻഡ് വൺ, we explore contemporary sociological theories, a period where sociology evolved beyond its classical roots, addressing some of its early limitation.
രണ്ടാമതായിട്ട് പറയുന്നത് സമകാലിക സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ പര്യവേഷണം ചെയ്യുന്നു. സാമൂഹ്യശാസ്ത്രം അതിൻ്റെ ക്ലാസിക്കൽ വേരുകൾക്കപ്പുറം പരിണമിച്ച ഒരു കാലഘട്ടം, അതിൻ്റെ മുൻകാല പരിമിതികളെ അഭിസംബോധന ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസ്കി ആയിട്ട് കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതിന് കുറച്ചും കൂടെ അയഞ്ഞൊരു കാലഘട്ടം, എല്ലാവരും സാമൂഹ്യശാസ്ത്രത്തെ തിരിച്ചറിഞ്ഞ ഒരു കാലം. Third, we focus on recent advancement where sociology matured into a independent and recognized subject. മൂന്നാമതായിട്ട് സാമൂഹ്യശാസ്ത്രം സ്വതന്ത്രവും അംഗീകൃതവുമായ ഒരു വിഷയമായിട്ട് പക്വത പ്രാപിച്ച് സമീപകാല മുന്നേറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഫോർത്ത്, we discuss new theories and perspectives that clarify doubts about the discipline. Finally, we examine the challenges faced by sociological theory and how it responded. All through, sociology has overcome many obstacles. It has been an easy journey. നാലാമതായിട്ട് അച്ചടക്കത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വ്യക്തമാക്കുന്ന പുതിയ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യുന്നു. അതായത് സോഷ്യോളജിക്കൽ ഡിസിപ്ലിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവസാനമായിട്ട് സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തം നേരിടുന്ന വെല്ലുവിളികളും അത് എങ്ങനെ പ്രതികരിച്ചു എന്നും പരിശോധിക്കുന്നു. സാമൂഹ്യശാസ്ത്രം നിരവധി പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടുണ്ടെങ്കിലും അത് എളുപ്പമുള്ള ഒരു യാത്രയായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ഡിസിപ്ലിൻ, അതുപോലെ നമ്മുടെ നാച്ചുറൽ സയൻസസിന് സ്വന്തമായിട്ടുള്ള ഡിസിപ്ലിൻ ഉള്ളതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിന് അതിന് സ്വന്തമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ വാർത്തെടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് 3.3 ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറീസ്. പീരിയഡ് ഓഫ് ക്ലാസിക്കൽ സോഷ്യോളജി മാർക്സ് ദ time when sociology emerged as a new field claiming that society could be studied scientifically. Before this, philosophers, writers, and ordinary people had their own ideas about society, but these were personal and അൺഓർഗനൈസ്ഡ്. ക്ലാസിക്കൽ സോഷ്യോളജിയുടെ കാലഘട്ടം സമൂഹത്തെ ശാസ്ത്രീയമായി പഠിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന സാമൂഹ്യശാസ്ത്രം ഒരു പുതിയ മേഖലയായി ഉയർന്നു വരുന്ന സമയത്തെ അടയാളപ്പെടുത്തുന്നു. ഇതിനു മുൻപ് തത്വചിന്തകർ, എഴുത്തുകാർ, സാധാരണക്കാർ എന്നിവർക്ക് സമൂഹത്തെക്കുറിച്ച് അവരുടേതായ ആശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവ വ്യക്തിപരവും അസംഘടിതവുമായിരുന്നു. ഒരു ക്ലാസിക്കൽ കാലഘട്ടത്തെക്കുറിച്ചാട്ടോ പറയുന്നത്. അഗസ്റ്റേ കോംതെ, നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി, പ്ലേഡ് എ കീ റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് സോഷ്യോളജി ആസ് എ സയന്റിഫിക് ആൻഡ് ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ. ബിഫോർ കോംതെ, society was understood through philosophy, literature, and art, but not through scientific analysis. Comte efforts introduced the idea that society could be studied scientifically, which laid the foundation for sociology as we know it today. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന അഗസ്റ്റേ കോംതെ സാമൂഹ്യശാസ്ത്രത്തെ ഒരു ശാസ്ത്രീയവും സ്വതന്ത്രവുമായ ഒരു വിഭാഗമായി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോംതെക്ക് മുൻപ് തത്വചിന്ത, സാഹിത്യം, കല എന്നിവയിലൂടെ സമൂഹത്തെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ശാസ്ത്രീയ വിശകലനത്തിലൂടെ അല്ല. സമൂഹത്തെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ കഴിയുമെന്ന ആശയം കോംതെയുടെ ശ്രമങ്ങൾ അവതരിപ്പിച്ചു. അത് ഇന്ന് നമുക്കറിയാവുന്ന സാമൂഹ്യശാസ്ത്രത്തിന് അടിത്തറയിടാനും കാരണമായി എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിയറിയിൽ പറയുന്നു കേട്ടോ. അടുത്ത നമ്മുടെ 3.4 Law of Three Stages. Auguste Comte established sociology as an independent science, dividing into two parts: social statics, the study of stability. The main idea of social statics is how the permanent structures of society, example family, religion, laws and institutions, maintain stability and peace in society. It also serves a basic for understanding changes in society. അഗസ്റ്റേ കോംതെയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് ആണ് പറയുന്നത് കേട്ടോ. അഗസ്റ്റേ കോംതെ സോഷ്യോളജി ഒരു സ്വതന്ത്ര ശാസ്ത്രമായിട്ട് സ്ഥാപിച്ചു. അതിനെ 2 ഭാഗങ്ങളാക്കി വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആണ്, അതായത് സ്ഥിരതയെക്കുറിച്ചിട്ടുള്ള പഠനം. സോഷ്യൽ സ്റ്റാറ്റിക്സിൻ്റെ പ്രധാന ആശയം സമൂഹത്തിലെ സ്ഥിരമായ ഘടകങ്ങളായിട്ടുള്ള ഉദാഹരണം കുടുംബം, മതം, നിയമങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ സമൂഹത്തിൽ സുസ്ഥിരതയും സമാധാനം നിലനിർത്തുന്നത് എങ്ങനെ എന്നതാണ് സമൂഹത്തിലെ
മാറ്റങ്ങൾ, അതായത് സമൂഹത്തിൻ്റെ ചലനാത്മകത മനസ്സിലാക്കാനുള്ള അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത്? സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്. അടുത്തത് പറയുന്നത് സോഷ്യൽ ഡൈനാമിക്സ് ആണ്. എന്താണ് നമ്മൾ ആദ്യം നോക്കിയത് സമൂഹത്തിൻ്റെ സ്വതന്ത്ര ശാസ്ത്രമായി അതിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ട്, അതായത് കോംതെ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കോംതെയുടെ പഠനങ്ങളെ രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് സോഷ്യൽ സ്റ്റാറ്റിക്സ്, ഒന്ന് സോഷ്യൽ ഡൈനാമിക്സ്. ഇൻ സോഷ്യൽ ഡൈനാമിക്സ് ഹി പ്രപ്പോസ് ദ ലോ ഓഫ് 3 stages. So theological, explaining events through God; metaphysical, transitional, and scientific based on facts. Comte emphasized using observation, comparison, and experimentation introduced the philosophy of positivism, which influenced sociology widely. കൂടാതെ സോഷ്യൽ ഡൈനാമിക്സ് മറ്റൊരു പഠനമാണ്. സോഷ്യൽ ഡൈനാമിക്സ് അതായത് മാറ്റത്തെക്കുറിച്ചുള്ള പഠനം, ചലനാത്മകതയെക്കുറിച്ചിട്ടുള്ള പഠനം. ഈ 3 ഘട്ടങ്ങളുടെ നിയമം അദ്ദേഹം നിർദ്ദേശിച്ചു. അതിലാണ് അദ്ദേഹം 3 ഘട്ടങ്ങളെക്കുറിച്ച് മാറ്റങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മളിതിന് മുന്നേ നോക്കിയിട്ടുള്ള സംഭവം തന്നെയാണ്. ദൈവശാസ്ത്ര ഘട്ടം, മെറ്റാഫിസിക്കൽ ഘട്ടം, പോസിറ്റിവിസ്റ്റിക് ഘട്ടം എന്നിവ നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ദൈവശാസ്ത്രം, ദൈവത്തിലൂടെ സംഭവങ്ങൾ വിശദീകരിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ദൈവശാസ്ത്ര ഘട്ടം. മെറ്റാഫിസിക്കൽ, അതായത് ശാസ്ത്രീയ വസ്തുതകൾ അടിസ്ഥാനമാക്കി സംഭവങ്ങൾക്ക് കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തുന്നതാണ് മെറ്റാഫിസിക്കൽ ഘട്ടം. സോഷ്യോളജി വ്യാപകമായി സ്വാധീനിച്ച പോസിറ്റിവിസത്തിൻ്റെ തത്വചിന്ത അവതരിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം, താരതമ്യം, പരീക്ഷണം എന്നിവ ഉപയോഗിച്ച് കോംതെ ഇതിനെ ഊന്നി പറയുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനത്താണ് പോസിറ്റിവിസ്റ്റിക് ഘട്ടം. തത്വചിന്ത അവതരിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം, താരതമ്യം, പരീക്ഷണം എന്നിവ ഉപയോഗിച്ച് കോംതെ ഊന്നി പറയുന്നു. ഇതാണ് 3ാമത്തെ ഘട്ടം. 1ാമത്തെ ഘട്ടം എന്താണ്? ദൈവശാസ്ത്രം. 2 ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മെറ്റാഫിസിക്കൽ ഘട്ടം. 3ാമത്തെ ഘട്ടമാണ് പോസിറ്റിവിസ്റ്റിക് ഘട്ടം. അതായത് താരതമ്യം, പരീക്ഷണം, നിരീക്ഷണം ഒക്കെ ഉപയോഗിച്ച് ഉള്ള കണ്ടെത്തലുകളുടെയും പൂർണ്ണമായിട്ടും സോഷ്യോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഘട്ടമാണത്. എമിലി ദർഖെയിം ബിൽഡ് ഓൺ കോംതെ's വർക്ക് ബൈ ഫോക്കസിംഗ് ഓൺ സോഷ്യൽ ഫാക്ട്സ്, external forces shaping individual behavior, such as crime or religion. He insisted sociology should social facts scientifically, treating them as things and explaining one social fact through another. This approach made sociology as distinct scientific discipline. സാമൂഹിക വസ്തുതകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എമിൽ ഡർഖെയിം കോംതെയുടെ സൃഷ്ടികൾ നിർമ്മിച്ചു. കുറ്റകൃത്യം അല്ലെങ്കിൽ മതം പോലുള്ള വ്യക്തിഗത സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ബാഹ്യശക്തികൾ സാമൂഹിക വസ്തുതകൾ ശാസ്ത്രീയമായി പഠിക്കുകയും അവ കാര്യങ്ങളായി കണക്കാക്കുകയും ഒരു സാമൂഹിക വസ്തുത മറ്റൊന്നിലൂടെ വിശദീകരിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. ഈ സമീപനം സാമൂഹ്യശാസ്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്രശാഖയാക്കി മാറ്റി. Karl Marx contributed with theories like historical materialism, class struggles, and alienation. He used dialectical materialism to explain societal progress through conflicts between classes. Marx viewed history as shaped by struggles over resources and control, laying the foundation of Marxist thoughts. മാർക്സിസ്റ്റ് സോഷ്യോളജി. കോൾ മാർക്സ് ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം, വർഗസമരം, അന്യവൽക്കരണം തുടങ്ങിയ സിദ്ധാന്തങ്ങളെ സംഭാവന ചെയ്തു. വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലൂടെ, അതായത് യജമാനനും തൊഴിലാളികളും അടിമകളും മുതലാളിമാരും ഒക്കെ തമ്മിലുള്ള വർഗ സംഘർഷങ്ങളിലൂടെ സാമൂഹിക പുരോഗതി വിശദീകരിക്കാൻ അദ്ദേഹം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉപയോഗിച്ചു. മാർക്സിസ്റ്റ് സോഷ്യോളജിക്ക് അടിത്തറയിട്ട വിഭവങ്ങളുടെയും നിയന്ത്രണത്തിൻ്റെയും മേലുള്ള പോരാട്ടങ്ങളാൽ രൂപപ്പെട്ട ചരിത്രമായിട്ടാണ് മാർക്സ് അതിനെ വിശേഷിപ്പിച്ചത്. ദീസ് തിങ്കേഴ്സ് കോംതെ, ഡർഖെയിം ആൻഡ് മാർക്സ് ഷേപ്ഡ് ദ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജി ആസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി. ഈ ചിന്തകർ കോംതെ, ഡർഖെയിം, മാർക്സ് എന്നിവരൊക്കെ സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്ന നിലയിൽ സോഷ്യോളജിയുടെ അടിത്തറ രൂപപ്പെടുത്തി. ഈ ഒരു ഘട്ടം ഏതിൽ പെടും? 2ാമത്തെ മെറ്റാഫിസിക്കൽ ഘട്ടത്തിൽ പെടും. ഈ ഒരു തുടക്കത്തിലുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വളർച്ച കേട്ടോ. അടുത്ത നമ്മളെ മെയിൻ ഹെഡിങ് പറയുന്നത് 3.6 വെബേറിയൻ ഐഡിയോളജിയാണ് പറയുന്നത്. മാക്സ് വെബർ വാസ് എ ഫേമസ് ജർമ്മൻ സോഷ്യോളജി ഫ്രം ദ ക്ലാസിക്കൽ പീരിയഡ് ഓഫ് സോഷ്യോളജി.
The classical period of sociology refers to the early development of sociology as a distinct academic discipline in the late 19th and the early 20th century. മാക്സ് വെബർ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ജർമ്മൻ സാമൂഹ്യശാസ്ത്രജ്ഞനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസിക്കൽ കാലഘട്ടം ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഒരു വ്യതിരിക്തമായ അക്കാദമിക് വിഭാഗമായി സോഷ്യോളജിയുടെ ആദ്യകാല വികാസത്തെ സോഷ്യോളജിയുടെ ക്ലാസിക്കൽ കാലഘട്ടം സൂചിപ്പിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമുള്ള ആ ഒരു കാലഘട്ടമാണ് എന്ത്, ക്ലാസിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയുടെ ക്ലാസിക്കൽ കാലഘട്ടം. During this time, key thinkers like Auguste Comte, Emile Durkheim, Karl Marx and Max Weber laid the foundation idea and theories shaped the field. ഈ സമയത്ത് പ്രധാന ചിന്തകരായ അഗസ്റ്റെ കോംതെ, എമിൽ ഡർക്കെയിം, കാൾ മാക്സ്, മാക്സ് വെബർ എന്നിവർ ഈ മേഖല രൂപപ്പെടുത്തുന്ന അടിസ്ഥാന ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ സ്ഥാപിച്ചു. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക കേട്ടോ. He introduced new ideas and methods in sociology. Differing from thinkers like Auguste Comte and Emile Durkheim, Weber's work focused on German culture but also reflected European and Western perspectives. അഗസ്റ്റെ കോംതെ, എമിൽ ഡർക്കെയിം തുടങ്ങിയ ചിന്തകരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സാമൂഹ്യശാസ്ത്രത്തിൽ പുതിയ ആശയങ്ങളും രീതികളും അവതരിപ്പിച്ചു. വെബറിൻ്റെ പ്രവർത്തനം ജർമ്മൻ സംസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, എന്നാൽ യൂറോപ്യൻ പാശ്ചാത്യ കാഴ്ചപ്പാടുകളിൽ പ്രതിഫലിപ്പിച്ചു. He wrote on various topics including social action, bureaucracy, and the methodology of social science. His concept of Western understand and ideas like ideal types and important but challenging to apply the practice. സാമൂഹിക പ്രവർത്തനം, ബ്യൂറോക്രസി, സാമൂഹ്യശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം എന്നിവ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വെസ്റ്റേൺ എന്ന അദ്ദേഹത്തിൻ്റെ ആശയവും അനുയോജ്യമായ തരങ്ങൾ പോലുള്ള ആശയങ്ങളും പ്രധാനമാണ്, എന്നാൽ പ്രായോഗികമായി പ്രയോഗിക്കാവുന്ന ഒരു വെല്ലുവിളിയായിരുന്നു അതൊക്കെ. അതായത് പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ഒരു സൊസൈറ്റിക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എഴുതിയത്. അത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്ന് പറയുന്നു. വെബർ ഡെഫിനിഷൻസ് ഓഫ് സോഷ്യോളജി എംഫസൈസ്ഡ് understanding social action. He believed social actions but consider other and have subjective meaning. His works on the Protestant ethics and its link to capitalism is highly regarded and show how Protestant values influenced economic development in Western Europe. വെബറിൻ്റെ സോഷ്യോളജിയുടെ നിർവചനം സാമൂഹിക പ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിന് ഊന്നൽ നൽകി. സാമൂഹിക പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കണമെന്നും ആത്മനിഷ്ഠമായ അർത്ഥമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. പ്രൊട്ടസ്റ്റന്റ് ധാർമ്മികതയും മുതലാളിത്തവുമായുള്ള അതിൻ്റെ ബന്ധത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പരിഗണിക്കപ്പെടുന്നു. കൂടാതെ പ്രൊട്ടസ്റ്റന്റ് മൂല്യങ്ങൾ പടിഞ്ഞാറ് യൂറോപ്പിലെ സാമ്പത്തിക വികസനത്തെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് കാണിക്കുകയും ചെയ്യുന്നു. While Weber's ideas enriched sociology, their practical application remains difficult. His contributions, along with those of classical thinkers like Comte, Durkheim, and Marx, laid the foundations for sociology. വെബറിൻ്റെ ആശയങ്ങൾ സാമൂഹ്യശാസ്ത്രത്തെ സമ്പുഷ്ടമാക്കിയെങ്കിൽ കൂടി അവയുടെ പ്രായോഗിക പ്രയോഗം ബുദ്ധിമുട്ടായിരുന്നു. കോംതെ, ഡർക്കെയിം, മാക്സ് തുടങ്ങിയ ക്ലാസിക്കൽ ചിന്തകളുടെ സംഭാവനകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ സംഭാവനകളും സാമൂഹ്യശാസ്ത്രത്തിന് അടിത്തറയിട്ടിട്ടുണ്ട്. ലേറ്റർ modern sociologists like Talcott Persson and Robert K. Merton built on their work, addressing shortcomings and advancing the field in the contemporary periods. പിന്നീട് ആധുനിക സാമൂഹ്യശാസ്ത്രജ്ഞരായിട്ടുള്ള ടാൽക്കോട്ട് പേഴ്സൺസും റോബർട്ട് കെ മെർട്ടൺ എന്നിവർ അവരുടെ പ്രവർത്തനങ്ങളിൽ സമകാലിക കാലഘട്ടത്തിൽ പോരായ്മകൾ പരിഹരിച്ച് ഈ മേഖലയെ മുന്നോട്ട് നയിച്ചു. അടുത്ത നമ്മുടെ ഹെഡിങ് വരുന്നത് 3.7 പാഴ്സൺസ് ആക്ഷൻ തിയറി. ഇതൊക്കെ റിപ്പീറ്റഡ് ആണ്. നമ്മൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് റിപ്പീറ്റ് അടിച്ച് അങ്ങനെ വരാണ്. Talcott Persson was a significant American sociologist who made an important contribution to the theory of social action, focusing on ideas like the action frame on reference social systems and evolution. ടാൽക്കോട്ട് പേഴ്സൺസ് ഒരു
പ്രധാന അമേരിക്കൻ സാമൂഹ്യശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം സാമൂഹിക പ്രവർത്തനത്തിന്റെ സിദ്ധാന്തത്തിന് സുപ്രധാന സംഭാവനകൾ നൽകി. പ്രവർത്തന ചട്ടക്കൂട്, സാമൂഹിക വ്യവസ്ഥകൾ, പരിണാമം തുടങ്ങിയ ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹി ഡെവലപ്ഡ് ദ എഗിൽ പാരഡിഗം which stands for adaptation, goal attainment, integration and latency and the pattern variable scheme which explores choices individuals or communities make between opposing values like ascription versus achievement or universalism versus particularism. Adaptation, goal attainment, ഇൻ്റഗ്രേഷൻ, ലാറ്റൻസി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന എഗിൽ മാതൃകയും വ്യക്തികളോ കമ്മ്യൂണിറ്റികളോ വിപരീത മൂല്യങ്ങൾക്കിടയിൽ വ്യക്തികളോ കമ്മ്യൂണിറ്റികളോ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പര്യവേക്ഷണം ചെയ്യുന്ന പാറ്റേൺ വേരിയബിൾ സ്കീമും വികസിപ്പിച്ചെടുത്തു. പാഴ്സൺസ് believed that these contributions build on the ideas of earlier social scientists like Sigmund Freud, Alfred Marshall, Emile Durkheim and Max Weber. His work aimed to provide an integrated theoretical framework, but his ideas were often criticized for being too abstract and difficult to apply practically. മുൻകാല സാമൂഹ്യശാസ്ത്രജ്ഞരായിട്ടുള്ള സിഗമണ്ട് ഫ്രോഡ് ആൻഡ് ആൽഫ്രഡ് മാർഷൽ, എമിൽ ഡർക്കെയിം, മാക്സ് വെബർ എന്നിവരുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സംഭാവനകൾ നിർമ്മിച്ചതെന്ന് പാഴ്സൺസ് വിശ്വസിച്ചു. ഒരു സംയോജിത സൈദ്ധാന്തിക ചട്ടക്കൂട് നൽകാനാണ് അദ്ദേഹത്തിൻ്റെ കൃതി ലക്ഷ്യമിടുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ അമൂർത്തവും പ്രായോഗികമായി പ്രയോഗിക്കാൻ പ്രയാസമുള്ളതുമാണെന്ന് പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. സ്കോളേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ഹിസ് തിയറീസ് ലൈക്ക് എ ഡയറക്റ്റ് കണക്ഷൻ ടു റിയൽ വേൾഡ് ഇഷ്യൂസ്. ഡെസ്പൈറ്റ് ദിസ് ക്രിറ്റിസിസം, Parsons' work remains an important foundation for the development of sociological theories. Later, Robert K. Martin expanded on functionalism by refining theories and emphasizing the balance between theory and empirical research. Martin introduced middle-range theories and refers group theory, aiming to make sociological research more applicable to റിയൽ വേൾഡ് പ്രോബ്ലംസ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് യഥാർത്ഥ ലോക പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ലെന്ന് പണ്ഡിതന്മാർ വാദിച്ചു. ഈ വിമർശനങ്ങൾക്കിടയിൽ പോലും സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ വികാസത്തിന് പാഴ്സന്റെ പ്രവർത്തനം ഒരു പ്രധാന അടിത്തറയായിട്ട് തുടരുന്നു എന്നാണ് പറയുന്നത്. ബോത്ത് പാഴ്സൺസ് ആൻഡ് മെർട്ടൺ made a lasting contribution to sociology through their ideas sparked ongoing debates about the balance between theory and practical application in the discipline. പാഴ്സണും മെർട്ടണും സാമൂഹ്യശാസ്ത്രത്തിൽ ശാശ്വതമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും അവരുടെ ആശയങ്ങൾ, അച്ചടക്കത്തിൻ്റെ സിദ്ധാന്തവും പ്രായോഗിക പ്രയോഗവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു. അടുത്ത നമ്മുടെ മെയിൻ ഹെഡിങ് 3.8 റീസെൻറ്റ് അഡ്വാൻസസ് ഇൻ സോഷ്യോളജിക്കൽ തിയറീസ്. Recent advances in sociology have been significant and impactful. Along with the works of Auguste Comte, Emile Durkheim, A.R. Radcliffe Brown, Talcott Parsons and Robert K. Martin, which were largely influenced by positivism, another stream of thought emerged. സാമൂഹ്യശാസ്ത്രത്തിലെ സമീപകാല മുന്നേറ്റങ്ങൾ ശ്രദ്ധേയവും സ്വാധീനമുള്ളതുമായിരുന്നു. അഗസ്റ്റെ കോപ്തെ, എമിൽ ഡർക്കെയിം, A.R. റാഡ്ക്ലിഫ് ബ്രൗൺ, ടാൽക്കോട്ട് പേഴ്സൺ, റോബർട്ട് കെ മെർട്ടൺ എന്നിവരെല്ലാം പോസിറ്റിവിസത്തിൻ്റെ സ്വാധീനം ചെലുത്തിയപ്പോൾ മറ്റൊരു ചിന്താധാര അതിൽ ഉടലെടുത്തു. This includes the work of German sociologist Max Weber, who introduced the idea of interpretative understanding in sociology. സാമൂഹ്യശാസ്ത്രത്തിൽ വ്യാഖ്യാനപരമായ ധാരണ എന്ന ആശയം അവതരിപ്പിച്ച ജർമ്മൻ സോഷ്യോളജിസ്റ്റ് മാക്സ് വെബറിൻ്റെ പ്രവർത്തനവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. വെബർ emphasized the importance of subjectivity, subjective understanding and Western in sociological research. Western എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് അർത്ഥമുണ്ട് കേട്ടോ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. In sociological research, he believed that sociology should move beyond positivist approaches and focus more understanding social action from a subjective perspective.
സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ആത്മനിഷ്ഠമായ ധാരണ, വെസ്റ്റേൺ എന്നിവയുടെ പ്രാധാന്യം വെബർ ഊന്നി പറഞ്ഞു. സാമൂഹ്യശാസ്ത്രം പോസിറ്റിവിസ്റ്റ് സമീപനങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങണമെന്നും സാമൂഹിക പ്രവർത്തനങ്ങളെ ആത്മനിഷ്ഠമായ വീക്ഷണകോണിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. വെബർ. His ideas strengthened sociology as a discipline, leading to new areas of study such as phenomenology and ethnomenology. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സാമൂഹ്യശാസ്ത്രത്തെ ഒരു അച്ചടക്കം എന്ന നിലയിൽ ശക്തിപ്പെടുത്തി. ഇത് പ്രതിഭാസശാസ്ത്രം, നരവംശാസ്ത്രം തുടങ്ങിയ പുതിയ പഠന മേഖലകളിലേക്ക് നയിച്ചു. ഇൻ മോർ റീസെൻറ്റ് ടൈംസ് സോഷ്യോളജി ഹാസ് ഓൾസോ എക്സ്പ്ലോർഡ് പോസ്റ്റ് മോഡേണിസം ആൻഡ് ഗ്ലോബലൈസേഷൻ, both of which have had a significant impact on sociological research. As sociology developed, various perspectives emerged, each offering different ways to study society. സമീപകാലങ്ങളിൽ സാമൂഹ്യശാസ്ത്രം ഉത്തരാധുനികതയെയും അതായത് പോസ്റ്റ് മോഡേണിസത്തെയും ആഗോളവൽക്കരണത്തെയും പര്യവേക്ഷണം ചെയ്തിട്ടുണ്ട്. ഇവ രണ്ടും സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. സാമൂഹ്യശാസ്ത്രം വികസിക്കുമ്പോൾ വിവിധ കാഴ്ചപ്പാടുകൾ ഉയർന്നു വന്നു. ഓരോന്നും സമൂഹത്തെ പഠിക്കാൻ വ്യത്യസ്ത വഴികൾ വാഗ്ദാനം ചെയ്യുന്നവയാണ്. This includes the functional perspective, conflict perspective, exchange perspective, and symbolic interactionist perspective. Thinkers like Emile Durkheim and Robert K. Martin are associated with the functional perspective. Karl Marx represented the conflict perspective. B. Malinowski focused on the exchange perspective, and Herbert Blumberg introduced the symbolic interactionist perspective. പ്രവർത്തനപരമായ വീക്ഷണം, വൈരുദ്ധ്യമായ വീക്ഷണം, വിനിമയ വീക്ഷണം, പ്രതീകാത്മക സംവേദനാത്മക വീക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എമിൽ ഡർഖെയിം, റോബർട്ട് കെ മർട്ടൺ തുടങ്ങിയ ചിന്തകർ പ്രവർത്തന വീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാൾ മാർക്സ് സംഘർഷ വീക്ഷണം പ്രതിനിധീകരിക്കുന്നു. ബി. മാലിനോസ്കി വിനിമയ വീക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹെർബർട്ട് ബ്ലൂമർ പ്രതീകാത്മക സംവേദനാത്മക വീക്ഷണം അവതരിപ്പിച്ചു. അണ്ടർസ്റ്റാൻഡിംഗ് ദിസ് പെർസ്പെക്റ്റീവ് അലോങ് വിത്ത് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് തിങ്കേഴ്സ് ഈസ് ക്രൂഷ്യൽ വെൻ സ്റ്റഡിങ് സോഷ്യോളജിക്കൽ തിയറീസ്. സാമൂഹ്യശാസ്ത്രത്തെ സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ വ്യത്യസ്ത ചിന്തകരുടെ സംഭാവനകൾക്കൊപ്പം ഈ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുന്നത് നിർണായകമാണെന്നാണ് പറയുന്നത്. അടുത്തത് നമ്മുടെ സൈഡ് ഹെഡിങ് 3.9 ദ കൺസെപ്റ്റ് ഓഫ് പാരഡിഗം. Kuhn introduced the idea of that scientific progress, including in sociology, doesn't happen gradually but through sudden shift called paradigm shift. This shifts replaced older theories with new ones. According to Kuhn, social moves through three main stages. സാമൂഹ്യശാസ്ത്രത്തിൽ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പുരോഗതി ക്രമേണ സംഭവിക്കുന്നതല്ല, മറിച്ച് പാരഡൈം ഷിഫ്റ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന പെട്ടെന്നുള്ള ഷിഫ്റ്റുകളിലൂടെയാണ് സംഭവിക്കുന്നതെന്ന ആശയം കൂൻ അവതരിപ്പിച്ചു. ഈ ഷിഫ്റ്റുകൾ പഴയ സിദ്ധാന്തങ്ങളെ പുതിയ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്നു. കൂൻ പറഞ്ഞതിനനുസരിച്ച് ശാസ്ത്രം 3 പ്രധാന ഘട്ടങ്ങളിലൂടെ നീങ്ങുന്നു. ഒന്ന്, പ്രീസയന്റിഫിക് ഫേസ്, where different theories complete an explanation are incomplete. വിവിധ സിദ്ധാന്തങ്ങൾ മത്സരിക്കുകയും വിശദീകരണങ്ങൾ അപൂർണമാവുകയും ചെയ്യുന്ന മുൻ കാലഘട്ടം. നോർമൽ സയൻസ്, where one theory becomes dominant, forming paradigm. സാധാരണ ശാസ്ത്രം പറയുന്നത് ഒരു സിദ്ധാന്തം പ്രബലമായി തീരുകയും ഒരു മാതൃക രൂപപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. പാരഡൈം ഷിഫ്റ്റിൽ പറയുന്നത് when the old theories prove inadequate and are replaced by new, more accurate explanations. പാരഡൈം ഷിഫ്റ്റിൽ പറയുന്നത് പഴയ സിദ്ധാന്തങ്ങൾ അപര്യാപ്തമാണെന്ന് തെളിയിക്കുകയും പുതിയവ കൂടുതൽ കൃത്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, Copernicus' discovery. Long ago, people believed that the Earth was the center of the universe and that the sun, planets, and stars revolved around it. Copernicus proved that this was wrong and showed that the Earth revolves around the sun. This completely changed how people thought about their place in the universe, caused a major paradigm shift, changing the way people understood the universe.
ഉദാഹരണത്തിന് കോപ്പർനിക്കസിൻ്റെ കണ്ടെത്തൽ വളരെ കാലം മുൻപ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അതിനെ ചുറ്റുന്നു ജിയോമെട്രിക് മോഡൽ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയെ ചുറ്റുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആളുകൾ വിശ്വസിച്ചിരുന്നു. ഇത് തെറ്റാണെന്ന് കോപ്പർനിക്കസ് തെളിയിക്കുകയും ഭൂമി സൂര്യനെ ചുറ്റുന്നതായി കാണിക്കുകയും ചെയ്തു. ഇത് പ്രപഞ്ചത്തിലെ തങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്ന രീതിയെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചു. ആളുകൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്ന രീതിയെ മാറ്റിമറിച്ച് ഒരു വലിയ മാതൃകാ മാറ്റത്തിനാണ് ഇത് കാരണമായത്. Not only change scientific explanation but also affect language, norms, values and world views. In today's globalized world, sociology has shifted towards focusing on local context rather than general universal theories. പാരഡൈം ഷിഫ്റ്റുകൾ ശാസ്ത്രീയമായ വിശദീകരണങ്ങളെ മാറ്റുക മാത്രമല്ല ഭാഷാ മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ, ലോകവീക്ഷണങ്ങൾ എന്നിവയെ ബാധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ആഗോളവൽക്കരിക്കപ്പെട്ട ലോകത്ത് പൊതുവായതും സാർവത്രികവുമായിട്ടുള്ള സിദ്ധാന്തങ്ങളെക്കാൾ പ്രാദേശിക സന്ദർഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് സാമൂഹ്യശാസ്ത്രം മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. Like other sciences evolves over time, sociological theories are tested and revised when they no longer fit the changing world. They are based on real world problems and scientific study, not religious or philosophical beliefs. മറ്റ് ശാസ്ത്രങ്ങളെ പോലെ സോഷ്യോളജിയും കാലക്രമേണ വികസിക്കുന്നുണ്ട്. മാറുന്ന ലോകത്തിന് അനുയോജ്യമല്ലാത്തപ്പോൾ സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. അവ യഥാർത്ഥ ലോക പ്രശ്നങ്ങളെയും ശാസ്ത്രീയ പഠനത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മതപരമോ തത്വശാസ്ത്രപരമോ ആയ വിശ്വാസങ്ങൾ അല്ല അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. സിൻസ് Auguste Comte, sociology has grown as a scientific discipline. It now deals with global changes like post World War II data, rapid social changes, globalization, terrorism and ഡിസീസസ് ലൈക്ക് എയ്ഡ്സ്. അഗസ്റ്റ് കോംതെ മുതൽ സാമൂഹ്യശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായി വളർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഡാറ്റ, ദ്രുതഗതിയിലുള്ള സാമൂഹിക മാറ്റങ്ങൾ, ആഗോളവൽക്കരണം, തീവ്രവാദം, എയ്ഡ്സ് പോലുള്ള രോഗങ്ങളെ എന്നിങ്ങനെയുള്ള ആഗോള മാറ്റങ്ങളുമായിട്ട് ഇതിപ്പോൾ ഇടപെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യോളജിസ്റ്റ് ഫേസ്ഡ് ചാലഞ്ചസ് സച്ച് ആസ് അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് സോഷ്യൽ ചേഞ്ചസ്. സം തിയറീസ് focused on rationality, postmodernism, globalization and civil society. Sociologists have also engaged in discussing about democracy, socialism and secularism, helping to shape how society reconstructs itself. സങ്കീർണമായ സാമൂഹിക മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് പോലുള്ള വെല്ലുവിളികൾ സാമൂഹ്യശാസ്ത്രജ്ഞർ അഭിമുഖീകരിക്കുന്നുണ്ട്. ചില സിദ്ധാന്തങ്ങൾ യുക്തിവാദം, ഉത്തരാധുനികത, ആഗോളവൽക്കരണം, പൗരസമൂഹം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമൂഹ്യശാസ്ത്രജ്ഞരും ജനാധിപത്യം, സോഷ്യലിസം, മതേതരത്വം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമൂഹം സ്വയം പുനർനിർമ്മിക്കുകയാണെന്ന് രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. ഐ ഹോപ്പ് ദിസ് എക്സ്പ്ലെയിനിങ് ആണ് വരുന്നത്. വി ഹാഡ് ലുക്ക്ഡ് അറ്റ് വാട്ട് മേക്കപ്പ് തിയറി ആൻഡ് വാട്ട് പാരഡൈം ഈസ്. We have examined classical sociological theories including Comte's law of the three stages, Marx's ideas, Weber approach, Parsons action theory and some recent development in sociology. എന്താണ് ഒരു സിദ്ധാന്തം എന്നും സിദ്ധാന്തം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊരു മാതൃക എന്താണെന്നും പരിശോധിച്ചു. കോംതെയുടെ 3 ഘട്ടങ്ങളിലെ നിയമം, മാക്സിൻ്റെ ആശയങ്ങൾ, വെബറിൻ്റെ സമീപനം, പാർസിൻ്റെ പ്രവർത്തന സിദ്ധാന്തം, സാമൂഹ്യശാസ്ത്രത്തിലെ ചില സമീപകാല സംഭവവികാസങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ സിദ്ധാന്തങ്ങളാണ് ഇപ്പം നമ്മൾ പരിശോധിച്ചതെന്ന് പറയുന്നു. ഫൈനലി വി ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈം, explaining how major shift in dominant theories known as paradigm shift happen as explained by Thomas Kuhn. This covers the main focus on what we have addressed. അവസാനമായിട്ട് പാരഡൈം ഷിഫ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആധിപത്യ സിദ്ധാന്തങ്ങളിലെ പ്രധാന ഷിഫ്റ്റുകൾ എങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന മാതൃക ആശയം ചർച്ച ചെയ്തു. തോമസ് കുൻ വിശദീകരിച്ച കാര്യങ്ങളൊക്കെയായിരുന്നു അത്. അഭിസംബോധനം ചെയ്തതിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഇത് ഉൾക്കൊള്ളുന്നവയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളൊന്നും യൂണിറ്റ് പറയുന്നില്ല, റിപ്പീറ്റ് അടിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പാരഡൈം ഷിഫ്റ്റ് എന്താണെന്ന് ഒന്ന് നോക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ. സോ ഇത്രയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. സോ നമുക്കിനി അടുത്ത യൂണിറ്റാണ് നോക്കാനുള്ളത്. ഓക്കെ.
ഇത്രയും കാര്യങ്ങളാണ്. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.